നോമ്പ് ചിന്ത മൂന്നാം ദിനം. ദൈവത്തിൻ്റെ ഇടം നിറയ്ക്കാം. ദൈവത്തിൻ്റെ ഇടം അഥവാ ദൈവത്തിൻ്റെ സ്പേസ് നമുക്ക് നിറയ്ക്കാൻ കഴിയും. ഈ നോമ്പ് കാലത്ത് നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങളിലൊന്ന്, ദൈവത്തിൻ്റെ ഇടം ദൈവം പ്രവർത്തിക്കേണ്ട ഇടം കൂടിയാണ്. ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവിക ദൗത്യം നാം ഏറ്റെടുത്തതായി ദൈവത്തിന് തോന്നുന്നത്. നോമ്പ് കാലത്ത് ദൈവത്തിൽ വളരാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ഒരു പ്രവർത്തന മാതൃകയാണിത്. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ പലപ്പോഴും പ്രകൃതിയുടെ സ്വാഭാവികമായ നിർദ്ധാരണം നടക്കുന്നത് ശരിക്കും വനനിയമപ്രകാരമാണ് എന്ന് തോന്നിപ്പോകും. കരുത്തുള്ളവൻ മാത്രം കാര്യക്കാരൻ, വേട്ടക്കാരെ മാത്രം പരിപോഷിപ്പിക്കുകയും ഇരകൾ ചത്തൊടുങ്ങാൻ വേണ്ടി ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഈ പ്രകൃതിയിൽ തന്നെ കണ്ടിട്ടാവാം ഡാർവിനെ പോലുള്ളവർ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞത്. ഇതൊരു വന്യമായ നിയമസംഹിതയാണ്. ഇതിനെയാണ് ഡാർവിൻ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കരുത്തൻ്റെ അതിജീവനം. കരുത്തുള്ളവർ മാത്രം അതിജീവിക്കുന്നു. കൈക്കരുത്തുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നതിൻ്റെ യുക്തിയും ഇതുതന്നെ. ഈ തത്വത്തിനെതിരെ നീന്തുന്നതാണ് ബൈബിളിലെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന്. കഴിവില്ലാത്തവനും അതിജീവിക്കണം എന്നതാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. നമ്മുടെ മനസ്സിന് സംസ്കരിക്കാൻ ഉതകുന്ന പുതിയ സന്ദേശം. പഴയ നിയമത്തിൽ സെറുബാബേൽ എന്നൊരു രാജകുമാരനുണ്ട്. സെറുബാബേൽ യോവാക്കീൻ രാജാവിൻ്റെ വംശത്തിൽ പിറന്ന രാജകുമാരനാണ്. ബാബിലോൺ വിപ്രവാസകാലത്ത് ബാബിലോണിൽ ജനിച്ച യഹൂദൻ. അന്ന് ബാബിലോൺ വിപ്രവാസം കഴിഞ്ഞവരെ മോചിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി. സെറുബാബേൽ മോചിതരായ പ്രവാസികളെയും കൊണ്ട് ജെറുസലേമിലേക്കെത്തി ദേവാലയം പുനഃസ്ഥാപിച്ചു. സർവ്വവിധ അവകാശങ്ങളോടും കൂടി ദൈവത്തിൻ്റെ ജനം വീണ്ടും ഇസ്രായേലിൽ പറിച്ചു നടപ്പെടുകയും തഴച്ചു വളരുകയും ചെയ്യുന്ന മനോഹര കാഴ്ച. ഇത് സെറുബാബേലിനെ കൊണ്ടാണ് ദൈവം ചെയ്യിക്കുന്നത്. സെറുബാബേലിന് അതിനുള്ള കഴിവില്ലായിരുന്നു. എന്നാൽ സെറുബാബേലിലൂടെ എന്താണ് ദൈവം ചെയ്തതെന്ന് സക്കറിയയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാലെ അത്രയെന്ന്. സൈന്യത്താലെയും ശക്തിയാലെയുമാണ് സെറുബാബേൽ വിപ്രവാസികളെ മോചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനം കാര്യമറിയാതെ കയ്യേറുന്നത് പോലെയാകും. ദൈവത്തെ മാറ്റി നിർത്തുന്നത് ദൈവത്തിൻ്റെ സ്പേസ് കൂടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും ജീവിക്കണം. കരുത്തു കുറഞ്ഞവൻ കർത്താവിൻ്റെ കൃപ കൊണ്ട് ജീവിക്കണം. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന പുതിയ നിയമം വ്യക്തമാക്കുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് യോഗ്യതയുണ്ടാവില്ല. അങ്ങനെയുള്ളയാൾ മെറിറ്റില്ലാത്തവൻ ജീവിക്കേണ്ടെന്നാണ് ലോകം പറയുന്നത്. ഒരു കഴിവുമില്ലാത്തവൻ ഇവിടെ ജീവിക്കരുതെന്നാണ് പലപ്പോഴും ലോകം മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. എന്നാൽ ദൈവത്തിൻ്റെ കരുണ അവനും ജീവിക്കാൻ ഇടം കൊടുക്കുന്നതാണ്. അതാണ് കരുണ കൈമാറുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇടമാണെന്ന് പറയുന്നത്. നോമ്പുകാലത്ത് ജീവിത പ്രശ്നങ്ങളിലായിരിക്കുന്നവർക്ക് ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ കൈമാറുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണ എന്നത് ദൈവത്തിൻ്റെ ഇടമാണ്. ദൈവത്തിൻ്റെ സ്പേസ് ദൈവത്തിന് വേണ്ടി ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ പേരിൽ ചെയ്യുവാനുള്ള ഏറ്റവും നല്ല അവസരമാണ് നോമ്പുകാലം.